നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് സമുദ്ര സദ്യ എന്താണ് ഫുഡ് ബുക്ക് ഞങ്ങളുടെ എന്താ പറയുക തറവാട് സ്വത്തായ ഫുഡ് ബുക്കിലേക്കാണ് പോണത്. അവിടെ എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഫുഡ് ബുക്കില് ഭയങ്കര സൂപ്പർ ഫുഡാണ്. നമ്മളെല്ലാം അവിടെ എപ്പോഴും ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പൊ അവർക്കൊരു സീ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ അമ്മ സീ ഫുഡിന്റെ ആളാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മോട് വന്നു പറഞ്ഞു, അമ്മ നെക്സ്റ്റ് സീ ഫുഡ് ഫെസ്റ്റ് നമുക്ക് സമുദ്രത്തിൽ കഴിക്കാൻ വേണ്ടി. അപ്പൊ അമ്മയുടെ ഉച്ചയ്ക്ക് എനിക്ക് പണിയെടുക്കണ്ട, പള്ളി അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞൊന്നും ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കലൊരു പണിയായിരുന്നു. അപ്പൊ ഇന്ന് ഫുഡ് ഉണ്ടാക്കല് നമ്മളെല്ലാരും കൂടെ ഉച്ചയ്ക്ക് അവർ വരും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് നമ്മൾ സാധാരണ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റാറുണ്ട്. അപ്പൊ അവിടെ റോഡൊക്കെ ആകെ ഇതാക്കി ഇട്ടേക്കുക. അപ്പൊ സംസാരിച്ച് മൊത്തം കിളി പോയി. അപ്പൊ എന്താന്ന് വെച്ചാല് കുർബാന 8:15 കുർബാനയ്ക്ക് നമ്മൾ പോവാറ്. അപ്പൊ നോക്കിയപ്പോ കുന്നുമല വെച്ചിട്ട് അവിടെ വണ്ടി ഇടാൻ പാർക്കിങ് സ്ഥലമില്ല. എപ്പോഴും അമ്മേനെ ഞാൻ ഇറക്കി 1 മണിക്കൂർ കറങ്ങി അവസാനം അമ്മേനെ എടുത്തുകൊണ്ടു. ഞാൻ ഡ്രൈവർ മാത്രമായി പള്ളിയിൽ പോകാൻ പറ്റാണ്. ഡ്രൈവർ സീറ്റിൽ കുർബാന അല്ലാത്ത സമയത്ത് ആരും വരാത്തൊരു സമയം നോക്കി പള്ളിയിൽ ശാന്തമായിട്ട് പ്രാർത്ഥിക്കും. ദൈവത്തിന് അതായാലും കേട്ടാ മതിയല്ലോ. ഇപ്പൊ 17 അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം പോയി ഇരിക്കാം. തിരിച്ചു വരുമ്പോ മറ്റവരോട് ബാക്കി വീട്ടിലുള്ള അംഗങ്ങളോട് ഫുഡിന് വരാൻ പറയാം. അപ്പൊ ഇവളുടെ കല്യാണത്തിനായിരുന്നു ഞങ്ങൾ ഫുഡ് ബുക്കിലെ ഫുഡ് 3 ദിവസം ഒരു ഫാം ഹൗസിലായിരുന്നു. അപ്പൊ 3 ദിവസം ഫുഡ് വീഡിയോസ് ഞങ്ങളുടെ ചാനലുണ്ട്. ട്രയോട്ടൈൽസ് അവരുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യണം. ഡാൻസ് ഉണ്ട്, സോങ്സ് ഉണ്ട്. 2-3 വർഷമായിട്ട് ഇപ്പൊ ഒന്നും ഇടുന്നില്ല. അപ്പൊ ഒരു സമയത്ത് ഇവര് പിന്നെ ഇടാണ്ടായിട്ട് പിന്നെ ഇട്ടിട്ടില്ലേ. അപ്പൊ അതില് 3 ദിവസം ഒരു ഫാം ഹൗസിലായിരുന്നു പരിപാടി. അപ്പൊ എന്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കല്യാണത്തിന് നല്ലൊരു ഓളായിരുന്നു. ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഒരു 3 ദിവസം കല്യാണം കണ്ട ആ ദിവസങ്ങളായിരുന്നു ആളൊരു ഹാപ്പി ആയിട്ട്, അസുഖത്തിന്റെ ഇടയിലും ഹാപ്പി ആയിട്ട്. അപ്പൊ ഞാൻ അയ്യോ വയറുണ്ട്. അപ്പോൾ ഫുഡ് ബുക്കിലത്തെ ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. 3 ദിവസത്തെയും ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ്, പപ്പയിൽ എപ്പോഴും അവിടെ തന്നെയാണ് കൂടുതൽ പോവാറ്. അപ്പം ഒന്ന് അവിടെ പോകുമ്പോൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതൊക്കെയാണ് ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഡ്രൈവിലാണ് ആ ആഴ്ചയിലത്തെ വിശേഷങ്ങളൊക്കെ, ഓഫീസിലത്തെ വിശേഷങ്ങളൊക്കെ പറയുക എല്ലാവരുടെയും. ഇപ്പോൾ ഇന്ന് മറ്റൊരു 2 പേരില്ല. കാര്യം ഇവർ 3 രാവിലെ 5:30 ആകുമ്പോൾ ഏതാണ്ട് 10-15 മിനിറ്റിൻ്റെ മാറ്റമേ ഉള്ളൂ. ഇവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അത്രയും പോകണം ജോലിക്ക് പോകുമ്പോഴേ. അപ്പോൾ രാവിലെ നേരത്തെ പോവും. 5:00 5:45 ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി പോവും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 7 മണി, ട്രാഫിക്കിൻ്റെ അനുസരിച്ച് 7-7:30 ആവും. അപ്പോൾ ഈ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇവിടെ നമ്മൾ പൂക്കളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ അവർ വെട്ടി ഇതാക്കും. ഇവിടെ പച്ചപ്പും ഹരിതാപയൊന്നും കാണാനില്ല എന്നുണ്ടെങ്കിലും ഉള്ള സ്ഥലം ഇതാ കണ്ടോ, അത്യാവശ്യമൊക്കെ നന്നായി പച്ചപ്പും ഇതുകളൊക്കെ അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് മാക്സിമം. പിന്നെ നീറ്റാക്കി ഇടും. കണ്ടോ റഷ്യൻ പള്ളി, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ട പോലത്തെ റഷ്യൻ പള്ളി. ഇവിടുന്ന് 15 മിനിറ്റ്, ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റിൻ്റെ ഡ്രൈവിൽ പള്ളി എത്തി. ഇത് സ്ഥിരം ഞാൻ കഴിഞ്ഞ മറ്റേ വീഡിയോയിലും ചർച്ചിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്താകുമ്പോൾ നമുക്ക് തിരക്കുണ്ടാവില്ല, വണ്ടി ഇടാൻ പറ്റും. മറ്റേത് ഇപ്പോൾ വണ്ടി മുഴുവൻ ബ്ലോക്ക്, ചുറ്റും വഴി എന്തോ പണി നടക്കുക, റോഡ് പണി നടക്കണ കാരണം കൊണ്ട്. അപ്പോൾ പള്ളിയുടെ മുന്നിൽ തന്നെ നമുക്ക് വണ്ടിയിട്ട് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. നല്ല ചൂടാണ്. അപ്പോൾ എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര നീറ്റാണ്. അതുകൊണ്ടാണ് ഈ ഷെയ്ഡ്സൊക്കെ വെക്കണേ. കണ്ണിന് ഭയങ്കരമായിട്ട് നീറൽ വരും, നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനമാണ്. അങ്ങനെ വെച്ച് പള്ളിയിലേക്ക് പോയി. അവിടെ മെയിൻ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും. ഞങ്ങളൊരു 11 മണിക്ക് 11:15 എത്തിയത്. സൈഡിലത്തെ ഗേറ്റ് തുറക്കും. അപ്പോൾ ആ ഗേറ്റിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോട്ടോ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ ഗ്രോട്ടോൻ്റെ അവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥിക്കാം. ഉണ്ടാവും, ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറച്ച് പേരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ബ്ലോക്കുള്ള കാരണം കൊണ്ട് കുറേ പേര് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പള്ളിക്ക് കയറാൻ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ എല്ലാ 28 മാസത്തിൽ 28 തീയതിയോടനുബന്ധിച്ച്, പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആണ് 28 തീയതിയോടനുബന്ധിച്ച് ഞങ്ങൾ കുർബാന ചെല്ലിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച, ഈ ആഴ്ചയാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയി, ഓഫീസിലോട്ട് പോയി. അവിടെ ആളുടെ പേര് കുർബാന ചെല്ലിക്കാൻ കൊടുക്കാനായിട്ട് ഓഫീസിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പള്ളിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഓർത്തെ
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12 മണിയാകുമ്പോഴത്തേക്കും ഓഫീസ് അടയ്ക്കുമായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പേരൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പേര് നമുക്ക് കുർബാന ചെല്ലിക്കാൻ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നത്തെ ആഴ്ചയിൽ നമ്മൾ വരുമ്പോൾ അത് പേരും ഇതൊക്കെ അവർ പറയും. അപ്പോൾ ഞാൻ പുറത്ത് അവിടെ ഓഫീസിൻ്റെ മുന്നിൽ അവിടെ ഫിഷ് ടാങ്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോന്ന്. പിന്നെ ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറി. പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് എല്ലാം ചെല്ലാം ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരിക്കും. എല്ലാ ആഴ്ചയും ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് എങ്ങനെയാണ് 1 മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതെല്ലാം സന്തോഷവും സങ്കടവും താങ്ക്സും നന്ദിയൊക്കെ പറയാനുള്ളൊരു ദിവസമായിട്ട് എടുക്കും. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ടു. ഇപ്പോൾ ആരും ഇല്ല, ഇപ്പോൾ തൽക്കാലം ആരും ഇല്ല പള്ളിയിൽ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കാണുമ്പോൾ വെള്ളമല്ല ചൂടാണ് മക്കളെ. ഹൊറൈസൺ എന്താ പറയുക, ചക്രവാളം, മരീചിക, അതാണ് അവിടെ കാണുന്നത്. പിന്നെ ഈ സ്ക്രീൻ കണ്ടില്ല, ആ സ്ക്രീനിലാണ് വലിയ ദിവസങ്ങളിൽ ഇതൊക്കെ വെള്ളിയാഴ്ച, ഈസ്റ്റർ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ആ സ്ക്രീനിലും നമുക്കിത് കാണും, കുർബാനയൊക്കെ കാണാൻ പറ്റും, സർവീസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ഉണ്ടോ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-45 ഡിഗ്രി ചൂടാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വീട്ടിലേക്ക് പോകാനായിട്ട് കുർബാന കഴിഞ്ഞു. അപ്പോഴും കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ 2 പേരും കൂടെ ഒരു പാട്ട് പാടാം, 2 പേരും കൂടി പാടിയാലോ എന്ന് അവൾ പറഞ്ഞു. അവൾ പാടാറുണ്ട്, മുമ്പ് ഞങ്ങൾ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ 2 പേരും കൂടി പാടും. ഞാനും മൂത്ത മോളും കൂടി പാടുന്നത്. ഞാനും താഴെയുള്ള മോളും പാടും. അവൾ പക്ഷേ മലയാളം അത്ര അങ്ങോട്ട് ഗമകം പ്ലാൻസ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ആണെങ്കിലാണ് അവൾക്ക് കൂടുതൽ താല്പര്യം, അപ്പോൾ അത് പാടാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഈ അടുത്ത് തന്നെ നമുക്ക് 2 പേർ കൂടിയിട്ട് ഒരു പാട്ട് പാടാം, ഏത് പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംസാരിച്ച് നോക്കട്ടെ. നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ പിന്നത്തെ വീക്കിലോ അവൾക്ക് ഫ്രീ ആവണ സമയം വേണ്ട. ആകെ കൂടി ശനിയാഴ്ച ഞായറാഴ്ചയും കിട്ടുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് നിമിഷം കൊണ്ട് ശനി ഞായറൊക്കെ പോയി കിട്ടും. അപ്പോൾ അതിൽ പലതും ചെയ്യാനുണ്ട്. അവർക്ക് ഡാൻസ് ഉണ്ട്, ഷൂട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മറ്റേ നേരെ മുകളിലാണല്ലോ ഫുഡ് ബുക്ക്. അപ്പോൾ മറ്റൊരു 2-3 പേര് അവിടെ മുകളിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി എത്തി. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും അവരെത്തിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഡിസ്കഷനാണ്. പക്ഷേ പ്രത്യേകിച്ച് എന്നൊരു സമുദ്ര സദ്യ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ താഴെ മോൾക്കും ഫിഷിൻ്റെ സാധനങ്ങൾ ഇഷ്ടം, ഇത് മീൻ കറി ഇഷ്ടമാണ്. ഈ മോൾക്ക് ഇത് 2ാമത്തെ മോളാണ്. അവൾക്ക് മീൻ കറി അധികം മീനും സാധനങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവൾ ചിക്കനും വെജിറ്റബിൾ മീലും പിന്നെ ചിക്കൻ ഫ്രൈ ആഡഡ് അതും പറയും. അങ്ങനെയാണ് പറയുക. ഫിഷ് അവൾക്കൊന്നും വലിയ താല്പര്യമില്ല. മറ്റൊരു 2 പേര് സമുദ്ര സദ്യ, പിന്നെ ഞാനും പിന്നെ ഒരു തവ ഫ്രൈ പറഞ്ഞു, ഫിഷിൻ്റെ തവ ഫ്രൈ പറഞ്ഞു, പിന്നെ ഒരു ബട്ടർ ചിക്കനും പൊറോട്ടയും പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം നല്ല അടിപൊളിയായിരുന്നു. കുറേ ഇത് നോക്കി, മെനു ഒക്കെ നോക്കിയെങ്കിലും ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾക്ക് ഒരു സാധനം, ഇവർക്ക് 2 പേർക്കും അൺഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതിനാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ ഈ സദ്യയിലത്തെ കുറേ സാധനങ്ങളിൽ ആകെ 2 സാധനങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ നോക്കുമായിരുന്നു, അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ബാക്കിയുള്ളത് കഴിക്കുമായിരുന്നു. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പോക്ക് കഴിഞ്ഞു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പം സമുദ്ര സദ്യയിലാണെങ്കിൽ ക്രാബ് ഉണ്ടായിരുന്നു, കൊഞ്ച്, മീൻ കറി, പ്രോൺസിൻ്റെ കറി ഉണ്ടായിരുന്നു, പ്രോൺസ് വേറെ ചാറുണ്ടായിരുന്നു, പിന്നെ പറ്റിച്ച് വെച്ചതുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ഒരുപാട് മീനച്ചാറ്, മീനിൻ്റെ കുറേ സാധനങ്ങളായിരുന്നു. പിന്നെ ചുവന്ന കറി ഉണ്ടായിരുന്നു, മറ്റേ മഞ്ഞക്കറി ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസിൻ്റെ കറി ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ വെജാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. കപ്പയും മീൻ കറിയും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം ഒന്നും പറയാനില്ല, അത്രയും നല്ല ടേസ്റ്റിലാണ് അവരുടെ എപ്പോഴും. അച്ചാറായാലും നമ്മളുടെ ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ട് നാച്ചുറൽ. ബിരിയാണിക്കാണെങ്കിൽ നാരങ്ങ അച്ചാർ, അതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ. മറ്റേതാണെങ്കിൽ മാങ്ങ അച്ചാർ. ഇന്നിപ്പോൾ മീൻ അച്ചാറായിരുന്നു സ്പെഷ്യൽ. പിന്നെ ബട്ടർ ചിക്കൻ സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ തവ ഫ്രൈ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏതാ മീനെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ള തവ ഫ്രൈ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒപ്പം മറ്റേ പാലട കിട്ടിയിരുന്നു, അതും ഭയങ്കര ടേസ്റ്റുള്ള പാലടയും കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച്, ഇതാണ് തവ ഫ്രൈ എന്ന് പറയുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാത്തിനും. ഇതും ചിക്കൻ ഫ്രൈ, അതും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ ഡിസേർട്ട് പറഞ്ഞു, അത് എന്താ പേരെന്ന് പറയുമ്പോൾ ഒരു ബട്ടർ സ്കോച്ച്, അടിയിൽ ഒരു പാൻ കേക്കൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരൊരു ഗുലാബ് ജാമുൻ ചീസ് കേക്കും പറഞ്ഞു. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് തൃപ്തിയായി തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. കുറച്ച് ഗ്രോസറിയും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം. അങ്ങനെ ഗ്രോസറിയും വാങ്ങി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളതാണ്. ഓടുക ചെയ്യുക. ഒരു ട്രോളി എടുത്തിട്ട് ഇവള് വണ്ടി കൊടുത്തു. അങ്ങനെ ഓടി വേഗം വീട്ടിലെത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.